അവൾ എന്താ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് എന്ന് പറയുന്നത്? അത് അവനോട് ചെക്ക് ഷർട്ടോ മുണ്ടോ ഇടാൻ പറയാനായിരിക്കും. അയ്യോ, നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ കണ്ടില്ല കേട്ടാ. ഇവിടെ ചെയ്തു കൂട്ടിയതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. കണ്ടായിരുന്നോ? ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള ബന്ധം കണ്ടില്ലേ? ഞാൻ പറഞ്ഞപ്പോ എന്റെ പ്രതീക്ഷ അത് അനുസരിച്ചത്. എന്തുകൊണ്ടാ? ഭർത്താവും ഭാര്യയും തമ്മിൽ പരസ്പരം വിശ്വാസവും സ്നേഹവും ഉള്ളത് കൊണ്ടാണ്. അല്ല, നിങ്ങൾ ഭർത്താക്കന്മാരായിട്ടൊക്കെ പുറത്തു പോകുമ്പോഴേ എങ്ങനെയാ, വഴക്കിട്ടാണോ പോകുന്നത് അതോ ഭയങ്കര സ്നേഹത്തോടെയാണോ പോകുന്നത്? ആദ്യം നമ്മൾ ഭർത്താക്കന്മാർക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് അറിയുമ്പോ സമാധാനവും സന്തോഷവും കേട്ടാ. അയ്യോ, പറഞ്ഞ് സമയം പോകുന്ന അറിഞ്ഞില്ല. ഞാൻ പോയി റെഡി ആവട്ടെ, ചെല്ലട്ടെ. അമ്മ വാ, താഴെ കാണാൻ പോയിരിക്കാം. വെറുതെ അവളെ പിരികേറ്റി അവസാനം നാണം കെട്ടത് മാത്രം മിച്ചം. എന്റെ പൊന്നമ്മയുടെ കയ്യിൽ ഇതുപോലത്തെ ഇനി എന്തെങ്കിലും ഐഡിയകളുണ്ടോ? നീ ഒന്ന് വെറുതെ ഇരിയടി. വലിയ ഡയലോഗ് അടിച്ചിട്ട് പോയതല്ലേ, എന്നിട്ട് എന്ത് ചെയ്യേ? അവൾ ഒരു പള്ളിയിലും പോത്തില്ല, ഒരു അമ്പലത്തിലും പോയില്ല. നീ കണ്ടോ? അങ്ങനെ പോവാണെങ്കിലേ എന്റെ പേരെടുത്ത് നീ പട്ടി കിട്ടും. അതിനിവിടെ ഏത് പട്ടി ഇരിക്കണു? ഇവിടെ പട്ടിയില്ല, വേറെ എവിടെയെങ്കിലും ഒക്കെ പട്ടിയില്ലേ, അതിനെ കിട്ടോ. എന്നിട്ട് വേണം ആ പട്ടിക്ക് പേ പിടിക്കണത് ഞാൻ കാണാം. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ലക്ഷ്മി. പേ പിടിച്ചല്ലോ, പേ പിടിച്ചല്ലോ. ദേ, അവര് പോയാ നീ എന്നെ ഇങ്ങനെ വിളിച്ചോ? നോക്ക്. അപ്പൊ ഞാനും പ്രതീക്ഷന്റെ കൂടെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ഓ, വാ അണ്ണ. അത് ശരി, കാലത്തെ അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലേ? അത് പിന്നെ പ്രതീക്ഷണം പറഞ്ഞേ വൈകിട്ട് പോയാ മതിയെന്ന് അല്ലേ അണ്ണ? ഞാൻ ഇപ്പൊ പറഞ്ഞു. അണ്ണയില് വൈകിട്ട് പോവാന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? ഇവിടെ വെച്ച് പറഞ്ഞായിരുന്നു. ശരിയാ, ഞാൻ ശ്രീവിന്റെ അടുത്ത് പറഞ്ഞേ വൈകിട്ട് അമ്പലത്തിൽ പോവാന്ന്. വൈകിട്ട് പോകുമ്പം ഒരുപാട് ദീപങ്ങൾ നമുക്ക് കത്തിക്കാൻ പറ്റുമല്ലോ അമ്മ. അതെ അതെ. ഓ, എന്തോ ആവട്ടെ, ഏതായാലും അവര് പോണോന്ന് തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. തോന്നിപ്പിച്ചതാ അമ്മ. ആര്? ദൈവം. അത് ശരി. എന്നാ വാ, അനുസരണയുള്ള ഭർത്താവേ വാ. അനുസരണയുള്ള ഭർത്താവോ? അതൊക്കെ ഞാനേ വന്നിട്ട് പറയാം. ഓ ഓ, വാ. ശരി ശരി, ഓ പ്രാർത്ഥിച്ചിട്ട് വരാം. ഓ, കണ്ടോ സുനീത, കണ്ടോ സുരഭി അവളെ ഭർത്താവിനെ വിളിച്ചോണ്ട് അമ്പലത്തിൽ പോകുന്നത്? അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ മോളോട്. ഞാനത് പറയുമായിരുന്നു ചേച്ചി. എന്തൊരു ഐശ്വര്യം അവര് പോയിട്ടല്ലേ. അയ്യോ കൊച്ചേ, നിനക്കൂടെ ആ പ്രശോഭനെ വിളിച്ചോണ്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പൊയ്ക്കൂടെ? അല്ല, അതെങ്ങനാ, ദൈവവിശ്വാസം വേണ്ടേ? ഞാനത് എപ്പോഴും പറയും, ഒട്ടും ദൈവവിശ്വാസമല്ല നീ കൊച്ചിന്. ഇങ്ങനെ ഒരു പെങ്കൊച്ചുണ്ടോ? കുറച്ചൊക്കെ ഭക്തിയൊക്കെ വേണ്ടേ? നീ സുരഭിയെ കണ്ടുപിടിക്ക്, പറഞ്ഞോട്. ശരി ചേച്ചി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.